சாணம் இப்ப வாங்க சொல்லு, என் பொண்ணு 5 கிட்ட கட்டிக்கிறியா இல்லையா? அப்படியே பறந்து போய் கடல்ல கலந்து. இல்லம்மா, ஒரு பொண்ணை பார்த்த உடனே இந்த நாவி கவனத்துல இருந்து அப்படியே பொங்கணும். குடும்பத்துல வராளே காயத்ரி, அவளை பார்த்தா உனக்கு பொங்கிடுமா? ஓவரா டிவி பாக்குற நீ, உன்னை விடாது கருப்பு. പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ മൂവിയുടെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് കുറേ സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. ക്ലാസിക് മൂവീസിന്റെ സജഷനാണ് കുറേ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പോളിൽ നമ്മൾക്ക് 2 മൂവീസ് ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഒന്ന് തളപതി ഉണ്ടായിരുന്നു, നമ്മള് രജനി സാറിന്റെ. രണ്ടാമത്തേത് ആക്ഷൻ കിങ് അർജുൻ സർജയുടെ മുതൽവൻ മൂവിയും. അപ്പൊ ഇത് രണ്ടും നമ്മള് ഇന്നലെ പോളിട്ട സമയത്ത് ഇതില് മുതൽവൻ മൂവി ആയിരുന്നു ഹയസ്റ്റ് പോളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും മുതൽവൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം പോൾ അനുസരിച്ചിട്ടുള്ള സംഭവം. എനിക്ക് തോന്നുന്നത് ശങ്കർ സാർ, AR റഹ്മാൻ സാർ ആ ഒരു കോംബോ ഒക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് നമുക്ക് കുറച്ചുകൂടി മുതൽവൻ സജഷൻ. ആ ഒരു മൂവിയുടെ ആൾക്കാർ തന്നെയാണ് കൂടുതൽ വന്നേക്കണം. അപ്പൊ അതുകൊണ്ടായിരിക്കണം. അപ്പൊ എന്തായാലും ഈ സിനിമയുടെ അകത്ത് അർജുൻ സർജ, മനീഷ കൊയ്രാളയും അതിനകത്തുണ്ടല്ലോ. അതുകൂടാണ്ട് ഇതിനകത്ത് വടിവേലും ഉണ്ട്, രഘുവരനും ഉണ്ട്. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ആക്ഷൻ മൂവിയാണ്. അത് മാത്രമല്ല 1999 ഇറങ്ങിയിട്ടുള്ള മൂവിയും കൂടിയാണ്. ആ മൂവിയിലെ സോങ്സ് ഒക്കെ ഒരുപക്ഷെ നമ്മളെല്ലാരും കേട്ടിട്ടുണ്ടായിരിക്കും. പേഴ്സണലി ഞാൻ ആ മൂവി കണ്ടിട്ടില്ല. അതിനകത്ത് എന്താ പറയാ, കുറുക്കു സിർത്തവളെ പാട്ടും പിന്നെ ആണെങ്കിൽ മുതൽവനെ പാട്ടും, ഈ 2 സോങ് മാത്രമായിരുന്നു ഞാൻ കണ്ടേക്കണത്. ഞാൻ കണ്ടത് ഇതിന്റെ ഹിന്ദി വേർഷൻ ആയിരുന്നു. നായക്, നമ്മൾ അനിൽ കപൂർ അഭിനയിച്ചിട്ടുള്ള ഇതിന്റെ 1 ഇറങ്ങിയ സിനിമയായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ അമരീഷ് പുരിയൊക്കെ ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ നല്ല രസമുള്ള സംഭവമായിരുന്നു. ആൻഡ് ആ സാധനം കണ്ടതിന്റെ ഒരു ബേസിലാണ് ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി. ശരിക്കും റീമേക്ക് കണ്ടതിന് ശേഷം ബാക്കോട്ട് വരികയാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ഷൻ കിങ് അർജുൻ സർജ എന്ന പേര് അങ്ങനെ നമ്മൾ പറയില്ലേ അടിച്ചറപ്പിച്ചിട്ടുള്ള ഒരു മൂവിയും കൂടിയായിരുന്നു മൂവി. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് സാധനങ്ങളുണ്ട് പറയാൻ വേണ്ടിട്ട്. അത് നോക്കിയതിന് ശേഷം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം അല്ലെ. ഫസ്റ്റ് പറഞ്ഞൂടെ? ഫസ്റ്റ് ഒരു മൂവി തുടങ്ങുന്നല്ലേ, നമുക്ക് അറിയാത്ത കുറെ നമുക്ക് കാര്യങ്ങൾ അറിയില്ല. ഇത് കാണുന്നവർക്കും ചിലപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ ചെറിയൊരു ഇൻഫർമേഷൻ പറഞ്ഞാൽ നന്നായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1999 ഇറങ്ങിയത്. November 7 ദിവാലി റിലീസ് ആയിരുന്നു. അത് മാത്രമല്ല പടത്തിന് നല്ല പോസിറ്റീവ് റിവ്യൂസ് ക്രിട്ടിക്കലിയും കമേഴ്ഷ്യലിയും ഉണ്ടായിരുന്നു. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ആ സമയത്തെ. പടയപ്പ കഴിഞ്ഞിട്ട് 2ാമത്തെ സെക്കൻഡ് ഹയസ്റ്റ് പടമായിരുന്നു ഈ പടം. ആൻഡ് ഇതിന്റെ ഏകദേശം 100 ദിവസത്തിന് മേലെ സിനിമ ഓടിയിട്ടുമുണ്ട്. അത് മാത്രമല്ല ദ ഫിലിം വാസ് വെരി സിഗ്നിഫിക്കന്റ് ഇൻ ഹൈറ്റനിങ് ദ സ്റ്റാർഡം ഓഫ് അർജുൻ. അത് മാത്രമല്ല ദി ഫിലിം മാർക്സ് ദ സെക്കൻഡ് കൊളാബറേഷൻ ഓഫ് അർജുൻ ആൻഡ് എസ് ശങ്കർ ആഫ്റ്റർ ജെന്റിൽമാൻ. 1993 ഇറങ്ങിയത്. ദിസ് മൂവി ഈസ് എ ട്രെൻഡ് സെറ്റർ ഇൻ തമിഴ് സിനിമ. അതായത് അതുകൊണ്ടായിരിക്കണം നമുക്ക് ഇത്രയും സജഷൻ വരുന്ന ഈ ഒരു പടം. എനിക്ക് തോന്നുന്നു ആ ഒരു സംഭവം ആദ്യമായിട്ടായിരുന്നു ആ ഒരു കോൺസെപ്റ്റ്. ചിലപ്പോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം അതായിരിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിനെപ്പറ്റി ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് കാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളുടെ തളപതിനെ ആയിരുന്നു എന്നുള്ളത്, അത് വിജയ് സാറിനെ ആണെന്നുള്ളത്. അതിനുശേഷം പിന്നെ രജനി സാറിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, കമൽഹാസൻ സാറിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് എന്തോ അറിയില്ല, കാരണം പൊളിറ്റിക്കൽ സംഭവം ഉള്ളതുകൊണ്ടാണോ ഒരേപോലത്തെ സിനിമകൾ ചെയ്യാണ്ടിരിക്കാനായിരിക്കും ചിലപ്പോൾ. ഇന്ത്യയിൽ ഏകദേശം പൊളിറ്റിക്കൽ സംഭവം പറയുന്നത്. അതെ അതെ. അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാണ് അവര് വേണ്ടാന്ന് വെച്ചത്. അതിനുശേഷമാണ് ആക്ഷൻ കിങ് അർജുൻ സർജ പിക്ചറിലേക്ക് വന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവി ഒരു നാഴികക്കല്ലായിരുന്നു തോന്നുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ സിനിമ അദ്ദേഹത്തിന്റെ തലയിൽ എഴുതിയ സംഭവമാണ്. അതുകൊണ്ടായിരിക്കണം ആ സിനിമ അങ്ങനെ തന്നെ വന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ഇൻട്രോ സീൻ തൊട്ടിട്ട് എന്താ സീൻ വരാൻ പോകുന്നതെന്ന് അറിയില്ല. നമ്മള് റാൻഡംലി ഫസ്റ്റ് ഒടുങ്ങിയിട്ട് ചെയ്യാണ്. എവിടെയാണ് സ്റ്റോപ്പ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങിയാലോ. റെഡി അല്ലേ? പ്രൊഡ്യൂസ്ഡ് ബൈ ശങ്കറുണ്ട്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ. TV എന്നൊക്കെ ഉണ്ടല്ലോ. മീഡിയ സിമ്പിൾ ഇൻട്രോ. ഒരു ചാപ്പച്ചനൊക്കെ വരുന്നല്ലോ പെട്ടെന്ന്. നോർമൽ. ஹாய் ஹாய் புகழ். ஏய் என் பேர் புகழ் இல்ல, புகழ். புகழேந்தி. சுட்டு போட்டா உங்களுக்கு தமிழ் வராது, ராவு வராது. என்ன நான் கிண்டல் பண்றேன்? நான் ஒரு சீனியர் ப்ரோகிராம் ஒரு சாதாரண விசி வீடியோ கேமராமேன். மத்த ஆளுங்க முன்னாடி கிண்டல் பண்ற வேலையெல்லாம் வச்சுக்காத. ஓகே மேடம். இன்னைக்கு நம்ம எங்க போறோம்? பார்த்து சார்த்தி தேப்பமா? இல்ல, பாப் ஆல்பம் ஷூட் பண்ண. ஓகே. சீக்கிரம் கிளம்பு மேன்.
என்ன சீக்கிரம் கிளம்ப சொல்லுங்க. முதல்ல நீங்க ட்ரெஸ் மாட்டிட்டு வாங்க. இல்லடா your dress man. ஓ எங்க அசிஸ்டன்ட் பல்வேஷம். எக்ஸ்கியூஸ் மீ, கொஞ்சம் மைக். சார் நானும் பாட வரல. எதுக்கு மைக்? குட் क्वेश्चन. ஆடுறவங்களுக்கும் மைக் வைக்கணும். அதுதான் துண்டு துண்டு வழக்கம். ப்ளீஸ் கோஆபரேட். யா. Thank you. லக்கி மைக். எங்க உட்கார்ந்து பாத்தியா? ஏதாச்சும் பேசுவேன். என்ன பேசுறது? ஐ லவ் யூ சொல்வே. ரைட் பரமேஸ்வரம். என்ன வந்து ஆமா வரல பேசுற? ராஜாடா. ஹா! அட பாவி மாமா, இங்கே வந்துட்டியா? இவன் ஒண்ணு கேமராமேன் இல்ல, விளக்கு பிடிக்கிற அல்லகை. சரி. சொந்த தலையா போட்டாங்க. இன்னைக்கு பாத்து எதுக்கு வந்த? ஒரு அருமையான கிண்பத்தை கில்மாவை சட்டை பண்ணிட்டு இருந்தேன். கருத்து நாசமாக்கிட்டியே. ஏய், இன்னைக்கு ஒழுங்கா சொல்லு. ஆசனத்துல இருக்கேன்டா. கட்டிக்க மாட்டேன், நான் தேடி குறிக்கிறோம். நீ ஏன் ஒரு நூடுல்ஸ் பத்த நூலை எவன் கட்டிக்கலாம்? அப்போ நீ என் பொண்ணு 5 வித்த கட்டிக்க மாட்டேன். 5 கிலோ புரிஞ்சுக்கலாம். யாரையும் கட்டிக்க மாட்டேன். போ போ போயிட்டே இருக்கியா? வீக் பாயிண்ட் மர்மதேசத்தை டச் பண்ணுவேன். போடா. மாட்டா பாரு. என்னங்க? விச் மீ இவர் என்னன்னு கேளுங்க. என்ன சார்? போடா பண்ணி. என்ன சொன்ன? பண்ணி. என்னன்னு கேட்டா போட பண்ணிக்கிறியா? பெரிய ஒரு மரியாதைக்காக பாக்குறேன். இல்லனா பீஸ் பீஸ் ஆகிடுவேன். பீச் வாங்க மாதிரி ராஸ்கல். ஏய், சிரிக்கிறா நீ? ரியலிஸ்டிக் சீன் எல்லாரும் இடுப்புல குத்தா கிச்சு கிச்சு வந்து கக்க கக்கன்னு சிரிப்பாங்க. ஆனா கடவுள் எனக்கு மட்டும் இப்படி ஒரு வீக்னஸ் கொடுத்திருக்கான். Weakness. அதை வச்சு நீ அடி வாங்குறியா? உன் பொண்ணு சத்தியமா கத்த மாட்டேன்டா. இது எங்க ஆத்தா பூவனத்தை பிச்சை ஆத்தாம சத்தியம். ஏய், கையை நின்ன பழமா ஊறி தள்ளிடும். போயிரு. ஓகே. மிஸ்டர் பல்வேஷம், உங்களுக்கு ஃபோன். ചാടി ചാടി ഇറങ്ങും. மிஸ்டர் பரவேஷம், வந்திருந்த கிளையண்ட் ஒருத்தர போடா பண்ணின்னு திட்டினீங்களாமே. I have one spot in my what is English for இடுப்பு மேடம்? Somebody cutting, I am cutting. ஒழுங்கா விளக்கம் சொல்லனா உங்களை வேலையை விட்டு நீக்கிடுவேன். பண்ணி. What? You are telling me? சொட்ட தலையா? Idiot. Follow my man. சார் 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 சார். ஆஸ்டா சானம். இப்பவாது சொல்லு, என் பொண்ணு 5 வித்த கட்டிக்கிறியா இல்லையா? ஏய், அப்படியே பறந்து போய் கடல்ல கலந்து. என்ன? மாமன் இங்கிலீஷ் தலைவர் பெரிய ரோதனையா போச்சுப்பா. நீதான் எப்படி எப்படியாவது என் ஃப்ரெண்டுக்கு வீக்னஸ் எடுத்து சொல்லணும். என்ன வீக்னஸ்? அதான் சொன்னப்பா, இடுப்புல குத்துனா போடா பண்ணி. ഇറക്കി വിട്ടാ. വീക്ക്നെസ് അതാണെന്നാ പറയുന്നത്. கூட உட்காரல, டாப்ல உட்கார்ந்து வரடா. Shakalaka baby, shakalaka baby. സ്റ്റാർട്ടിങ് തന്നെ സോങ് ആണ്. Shakalaka സുസ്മിതാസ് baby, അല്ലല്ലേ? shakalaka baby. ഈ സോങ് കൊറേ കേട്ടിട്ട് പക്ഷെ ഇതിന്റെ വിഷ്വൽ കണ്ടിട്ടില്ല. എപ്പോയാ? Adiós, amigo. നീ പറഞ്ഞ അക്രമം അറിയില്ലട്ടാ. അറിയില്ല ആ സമയത്ത്. ഏകദേശം ഒരു ക്യാരക്ടർ ഇൻട്രോ നമുക്ക് തന്നേക്കണം. புகழா பாப்பா, அப்பா இன்னைக்கு என்ன ஸ்பெஷல்? இதான் ஸ்பெஷல். என்னப்பா இது? என்ன போய் அரசியல் விளையாக்கிட்டீங்க? என்னமோ தெரியல, இன்னைக்கு ஒன்னு சிஎம் மாதிரி வரணும்னு தோணுச்சுப்பா. என்ன இன்னைக்கு திடீர்னு? கல்யாண விஷயமா உன் ஜாதகத்தை நம்ம ஜோசியத்தை காமிச்சேன். அசந்து போயிட்டாருப்பா. யோக ஜாதகம் தான் இதுதானா? 100 வருஷத்துல 2 ஜாதகம் தான் இப்படி அமையுமா? இதுக்கு முன்னாடி ராஜாஜிக்கு தான் அப்படி இருந்துதான். ஏய், நீ பெரிய அரசியல்வாதியாக போறியா? ഓ பிபிசி சிஎன்எல்ல ஒரு எக்ஸிகியூட்டிவ் ப்ரொடியூசர் பதவியோ இல்ல ஒலிம்பிக்ஸ்ல கோல்ட் மெடலோ கிடைக்குதுன்னா சந்தோஷப்பட்டிருப்ப. போய் போய் அரசியலா? പൊളിറ്റിക്സ്. அது ஒரு சாக்கடைப்பா. என்ன അതിൽ என்ன നല്ല ഹിന്റ് നമുക്ക്. எங்க? பேர் ஓடிக்கிட்டு நம்ம பையன் பேர் வரப்போகுது. பொண்ணு வீட்டுக்கு ஒரு போன் பண்ணுங்களேன். ഗൂഗിളൻ. ആ ஐயே, கொஞ்ச நேரம் காட மாட்டான், கடங்கார பாரு போயிடுச்சு. ஒரு 10 செகண்ட் உன் பையன் பேரை காமிச்சதுக்கா இவ்வளவு கத்துறேன். நான் ஏதோ பாம்பு தேட பயந்து போயிட்டேமா. ആ. വീട്ടിലെ ഇൻട്രോ കാണിച്ച ഏകദേശം. அனுதினம் ஏய், நேத்துக்கு நீ 35 பைசா பாக்கி. என்னமா இது சின்ன பையன் மாதிரி முதலாளி போட்டுக்கிட்டு? ஒரே பையன், உனக்கு எத்தனை வயசானாலும் எங்களுக்கு சின்ன புள்ளதான். பொண்ணு போட்டோ பாத்தா മെഹന്തിയാ? பாரு, பெருசி மாதிரியே இருக்கிறா. அதுல வந்து அசப்புல நம்ம ரேணுகா மாதிரில போட்டோவா காமிச்சப்பா, சக்திமான் மாதிரி இருக்கதா சொன்னாங்க. வாழ்க்கையே உனக்கு டிவியா போச்சுமா. பொண்ணு பிடிச்சிருக்கா? நல்லதா இருக்காங்க. ஆனா என்னமோ ஒரு ஃபீல் இல்லல. இல்லமா, ஒரு பொண்ணை பார்த்த உடனே இந்த நாபி கவனத்துல இருந்து அப்படியே பொங்கணும். குடும்பத்துல வராளே காயத்ரி, அவளை பார்த்தா உனக்கு பொங்கிடுமோ? ஓவரா டிவி பாக்குற நீ
உன்னை விடாது கருப்பு. சும்மா இருங்க. ஜுனூர்ல வர்ஷாக்க நகைக்கிற மாதிரி நோய் நோயிட்டு. உனக்கு எப்படிப்பட்ட பொண்ணு வேணும்னு சொல்லுப்பா, நான் பாக்குறேன். ஓகே. மேக மாதிரி கூந்தல், மீன் மாதிரி கண்கள், വരക്കുന്നു അല്ലേ? கிளி மாதிரி மூக்கு, கோயில் பழம் மாதிரி உதடு, சங்கு மாதிரி கழுத்து, வாழைத்தண்டு மாதிரி கால்கள். இப்படி கவிதையில ஒரு மாநாடா இருக்கணும். என்னப்பா இப்படி இருப்பாடா? தப்பி தவறி பொண்ணு பாக்குற வேலைய உங்க அப்பாட்ட விட்டுறாத. இப்படிதான் குறுக்குத்தனமா ஏதாவது செய்வாரு. അച്ഛൻ നന്നായിട്ട് വരയ്ക്കും. நீயும் அப்படித்தான் இருந்த கல்யாணத்தப்ப. அப்ப நீர் எப்படி இருந்தீரு? அவர் வரையில கார்ட்டூன் மாதிரி. ഒരു നല്ലൊരു സുഖവാസിന. ഒരു ക്യാരക്ടർ ഇൻട്രോ ഏകദേശം കാണിച്ചു അല്ലേ? ഇപ്പോഴാണ് ആ ഇൻട്രോ ശരിക്കും കംപ്ലീറ്റ് ആയത്. ശരിക്കും അവിടെ നിർത്താൻ ചെറിയ സീനാണ്, അതുകൊണ്ടാണ് അവിടെ നിർത്തണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ പാട്ട്, അതായത് എന്താ പറയാ, ആ ഒരു ക്യാരക്ടറിന്റെ എല്ലാ സംഭവങ്ങളും നമ്മൾ ആ ഒരു പ്രൊഫഷണൽ സംഭവം കാണിച്ചിരുന്നു. വീട്ടിലെ എന്താ പറയാ ആ ഒരു ഹാപ്പി ഫാമിലി അല്ലെ, അത് മാത്രല്ല ഭയങ്കര ഒരു മാസീവായിട്ടുള്ള ഇൻട്രോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നോർമൽ ആയിട്ട് ഒരാൾ വരുന്നു, ഒരാളുടെ ആ ജോലി സംഭവങ്ങളൊക്കെ കാണിക്കുന്നു, ആ ഒരു പാട്ടും കാണിച്ച് ഷൂട്ടിംഗ് സംഭവങ്ങളൊക്കെ കാണിച്ചു. ശരിക്കും നമ്മൾ നോക്കിയ സമയത്ത് 1993 ശങ്കറിന്റെ തന്നെ ജെന്റിൽമാൻ മൂവില് എന്താ പറയാ അർജുൻ സർജി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ പുള്ളിക്കാരൻ അത്രയും സ്റ്റാർഡ് ആയില്ലേ? അപ്പൊ അറിയില്ല, യൂഷ്വലി എന്താ 99 എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ഇൻട്രോ കാണിക്കുമ്പോ കുറച്ചൊരു ഇമ്പാക്ട് ഉണ്ടാവില്ലേ? അത് പെട്ടെന്ന് ഇങ്ങനെ ഇപ്പൊ ഏകദേശം ഇപ്പോഴത്തെ കാലത്ത് ഇൻട്രോ പോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻട്രോ. പ്രത്യേകിച്ച് നമുക്കറിയാം അർജുൻ സർജൻ, നമുക്കറിയുന്ന കുറച്ച് പടങ്ങളിലൂടെയാണ്. നമ്മള് അദ്ദേഹത്തിന്റെ നായകനായിട്ടുള്ള ഒരു പടം ഒന്നും കണ്ടിട്ടില്ല. ഇല്ല, നമ്മൾ ശരിക്കും കണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിലെ മറ്റേ ജാക്ക് ഡാനിയൽ, ദിലീപേട്ട അതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ മങ്കാത്തയില് കണ്ടിട്ടുണ്ട്. മങ്കാത്തയില് മറ്റേ പോലീസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയാ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല അല്ലെ? ഇപ്പൊ കാണുന്ന ലീവന്റെ അകത്ത് ഹാരോൾഡ് ദാസന്റെ മോനെ ശരിക്കും നമ്മുടെ ഹാരോൾഡ് ദാസ് എന്ന് പറയുന്ന നെഗറ്റീവ് ക്യാരക്ടറിനെ കണ്ടതിന് ശേഷമാണ് മുതലൻ കാണുന്നത്. ഏറ്റവും വലിയ കോമഡി ആ സീൻ ചെയ്ത് റിയാക്ട് ചെയ്തതിന് ശേഷമാണ് ഈ സീനിലോട്ട് വരുന്നത്. അപ്പൊ ഇത് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ്, കാരണം അത് പക്ക വേറൊരു ഷെയ്ഡ്. പക്ഷെ ഇപ്പോഴത്തെ ലുക്ക് ഒരു രക്ഷയില്ല, കിട്ടും ലുക്കാണ്. പണ്ടത്തെ ലുക്കിൽ കുറച്ചും കൂടി ഇന്നസെൻസ് ഉണ്ട് അല്ലെ, കുറച്ച് ക്യൂട്ട്നെസ് ഉണ്ട്. കാരണം വെച്ചാൽ പ്രായം അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സമയത്ത് ഒരു ക്യൂട്ട്നെസ് സംഭവങ്ങളൊക്കെ ഫേസിലുണ്ട്. പക്ഷെ സോങ്ങിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് തോന്നുന്നത് ഇനി വരുന്നതിനൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാം. ഇപ്പൊ ഭയങ്കര ക്യൂട്ടായിട്ടാ കാണിച്ചത്. ഒരു നല്ല വീട്ടിലെ ചെല്ലപ്പയ്യെന്നൊക്കെ പറയില്ലേ, അതുപോലെ. എനിക്കറിയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നായക്ക് ഹിന്ദി സിനിമ ഞാൻ കണ്ടതുകൊണ്ട് അതിന്റെ അകത്ത് ആ ഒരു CM-ന്റെ സംഭവം അച്ഛൻ പറഞ്ഞില്ലേ, എനിക്കെന്തോ തോന്നുന്നു നീ അങ്ങനെയൊക്കെ ആവുന്നുള്ള സംഭവം, ആ ഒരു ഹിന്റ് ഏകദേശം അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ കാണട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ കാണുമ്പോ ഒരു ഗുമ്മുണ്ടാവില്ല. അപ്പൊ എന്തായാലും നെക്സ്റ്റ് സീൻ അതൊക്കെ ഒരു ട്യൂ വരുന്നുണ്ട്, ആരോ വരുന്ന പോലെ ഉണ്ട് ഏകദേശം. അപ്പൊ നെക്സ്റ്റ് സീനിലേക്ക് കാണാതിരിക്കും. ബൈ ബൈ.